അമൃതവചനം. ആധ്യാത്മികതയും ലോകജീവിതവും. ആധ്യാത്മികത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയക്കുന്നവരാണ് ജനങ്ങളിൽ അധികം പേരും. സ്വത്ത് സമ്പാദിക്കരുതെന്നോ കുടുംബജീവിതം വെടിയണമെന്നോ അല്ല ആധ്യാത്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വത്ത് സമ്പാദിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ഒക്കെയാകാം. പക്ഷേ ആധ്യാത്മിക തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകത്തിൻ്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്ത് എങ്ങനെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ജീവിതം നയിക്കാം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മികത. നീന്തലറിയാത്ത ഒരുവൻ കടലിലിറങ്ങിയാൽ തിരമാലകൾ അവനെ അടിച്ചു മറിച്ചിടും. അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകും. എന്നാൽ കടലിൽ നീന്തൽ പഠിച്ച ഒരുവൻ കടലിലെ തിരകളിൽ നീന്തി രസിക്കും. അവനത് ആനന്ദകരമായ ലീലയാണ്. ഇതുപോലെ ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ ജീവിതത്തെ ഒന്നുകൂടി ആനന്ദപൂർവ്വം പുൽകാൻ കഴിയുന്നു. ആധ്യാത്മികത കേവലം ബുദ്ധിപരമായ അറിവല്ല. എപ്പോഴും ഏതു സാഹചര്യത്തിലും സമത്വഭാവം ഉണ്ടായാൽ മാത്രമേ ഒരാൾ ആത്മീയ ജീവിയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും വാസ്തവത്തിൽ രണ്ടല്ല. തൻ്റെയും ലോകത്തിൻ്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി വെള്ളത്തിൽ വെണ്ണ പോലെ മമതയില്ലാതെ ലോകത്തിൽ ജീവിക്കാനാണ് ആധ്യാത്മികത പഠിപ്പിക്കുന്നത്. ഒരു കുതിരവണ്ടിക്കാരൻ തൻ്റെ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാനായി ഒരിടത്ത് വണ്ടി നിർത്തി. വഴിയരികിലുള്ള ഒരു പാടത്ത് ഒരു കിണറുണ്ടായിരുന്നു. കിണറിന് നല്ല ആഴമുണ്ടായിരുന്നതുകൊണ്ട് കാറ്റാടി യന്ത്രം ഉപയോഗിച്ചാണ് അതിലെ വെള്ളം മുകളിലേക്ക് എത്തിച്ചിരുന്നത്. അയാൾ കുതിരയെ കിണറിനടുത്ത് കൊണ്ടുപോയി. കിണറിൻ്റെ ഉടമസ്ഥനായ കർഷകനോട് വെള്ളം ചോദിച്ചു. കർഷകൻ കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിച്ചു. കിണറിനടുത്തുള്ള പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തു വന്നെങ്കിലും കാറ്റാടി യന്ത്രത്തിൻ്റെ ഒച്ച കേട്ട് പരിഭ്രമിച്ച കുതിര വെള്ളം കുടിക്കാതെ മാറി നിന്നു. കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ കാറ്റാടി യന്ത്രം കുറച്ചു നേരത്തേക്ക് നിർത്താൻ വണ്ടിക്കാരൻ കർഷകനോട് അഭ്യർത്ഥിച്ചു. കർഷകൻ കാറ്റാടി യന്ത്രം നിർത്തി. ഒച്ച നിലച്ചു. കുതിര വെള്ളം കുടിക്കാൻ പൈപ്പിനടുത്ത് ചെന്നു. പക്ഷേ അതിൽ നിന്ന് വെള്ളം വരുന്നില്ലായിരുന്നു. കുതിരവണ്ടിക്കാരൻ കർഷകനോട് പറഞ്ഞു, നിങ്ങൾ വളരെ ക്രൂരനാണ്. ദാഹിച്ചിരിക്കുന്ന എൻ്റെ കുതിരയ്ക്ക് കുടിക്കാൻ അല്പം വെള്ളം തരാൻ നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. കർഷകൻ മറുപടി പറഞ്ഞു, നിങ്ങൾക്കും കുതിരയ്ക്കും വെള്ളം തരാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിച്ചാൽ അതിൻ്റെ ഒച്ച കേട്ട് നിങ്ങളുടെ കുതിര വിരണ്ടു പോകും. അത് വെള്ളം കുടിക്കാൻ പൈപ്പിനടുത്ത് വരില്ല. എന്നാൽ ഒച്ച ഇല്ലാതാക്കാൻ യന്ത്രം നിർത്തിയാൽ വെള്ളം പുറത്തു വരുന്നത് നിൽക്കും. അതുകൊണ്ട് ഒച്ചയുള്ളപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ നിങ്ങളുടെ കുതിരയെ പഠിപ്പിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഒരാൾക്ക് യഥാർത്ഥ ആധ്യാത്മികത പരിശീലിക്കണമെങ്കിൽ അത് ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ചെയ്യണം. ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി എവിടെ പോയാലും അവിടെയെല്ലാം പ്രശ്നങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനാവില്ല. അതിന് പകരം പ്രതിസന്ധികളെ അതിജീവിക്കാനും ഏതു സാഹചര്യത്തിലും മനസാന്നിധ്യം കൈവിടാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. ആധ്യാത്മികത ഉൾക്കൊള്ളുന്നതിലൂടെ അത് നമുക്ക് സാധ്യമാകും. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടും. സാഹചര്യങ്ങളുടെ യജമാനന്മാരാകും.